ആവേശത്തിൽ അതിരുകടന്ന് PMA സലാം. മൈക്ക് കിട്ടിയാൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ പ്രതിഷേധമാകില്ല. സലാമിനെ തള്ളി ലീഗ് നേതൃത്വം. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് സലാമെന്ന് KS ഹംസ. PM ശ്രീയിൽ ഒപ്പുവെച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരുന്ന് മടുത്തപ്പോൾ പിന്നെ പറയണ്ടല്ലോ. എന്നാൽ പിന്നെ ഇടയ്ക്കൊക്കെ മൈക്ക് ഒന്ന് തിന്നിട്ട് വരാമെന്ന് കരുതി. എങ്കിലല്ലേ തന്നെ ശ്രദ്ധിക്കാനും തനിക്ക് പ്രതിഷേധിക്കാൻ അറിയാമെന്നും ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. പോരാത്തതിന് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യവും. പിന്നൊന്നും സെക്രട്ടറി സലാം നോക്കിയില്ല. കുറഞ്ഞ പക്ഷം മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്താലാണല്ലോ താൻ അങ്ങേർക്കൊപ്പം എത്തി എന്നൊരു ഫീൽ കിട്ടുകയുള്ളൂ. മൈക്കും കിട്ടി. മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സമ്മേളന വേദിയിൽ വെച്ചാണ് താൻ ഇറക്കിവിട്ട വാക്കുകളുടെ ഭൂതം തന്നെ തിരിച്ചു കുപ്പിയിലാക്കിയത്. ചിലരങ്ങനെയാണ്. ഒരു മൈക്കും മുമ്പിൽ കേൾക്കാൻ ചെറിയൊരു ജനക്കൂട്ടവും കൂടി ഉണ്ടെങ്കിൽ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ മികച്ചതും ഉണ്ടാകും, മികച്ചതിനേക്കാൾ ബമ്പറടിക്കുന്ന മണ്ടത്തരങ്ങളും ഉണ്ടാവും. സെക്രട്ടറി സലാം പിന്നൊന്നും നോക്കിയില്ല. വാഗ്മിയെ പോലെ അക്ഷരങ്ങൾ കൊണ്ടൊരു അലക്കലായിരുന്നു. CPM ഭരിക്കുന്ന കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാറുള്ള ഹൈന്ദവത്വം, തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന, തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും പുലിവാല് പിടിച്ച മട്ടായി സലാം സെക്രട്ടറി. വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധങ്ങളും തരം താണ നിലപാടാണെന്നും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. PMA സലാമിനെ പാടെ തള്ളിക്കഴിഞ്ഞു മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വിമർശനങ്ങളാവാമെന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് വിമർശനങ്ങൾ പോകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ തുറന്നു പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്വതയോടും കാര്യങ്ങൾ പഠിച്ചും മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ജനസമ്മതനായ വ്യക്തി തന്നെയാണ് പാണക്കാട് സാദിഖലി തങ്ങൾ. അദ്ദേഹത്തിനുള്ള സ്വീകാര്യത പൊതുജനങ്ങൾക്കും അറിയാവുന്നതാണ്. PMA സലാമിനെ മുഖ്യമന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ തള്ളിപ്പറയണമെങ്കിൽ ആ വാക്കുകൾ അത്രയും മോശമാണെന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ്. അവർക്കിടയിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ് PMA സലാം. സെക്രട്ടറി വാവിട്ട വാക്ക് കാരണം ഒറ്റപ്പെട്ടുവെന്ന് ഉറപ്പായി. വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. വിഭ്രാന്തി മൂലമുള്ള വ്യക്തിപരമായ അധിക്ഷേപം എന്നാണ് CPM നിലപാട്. സ്ത്രീ വിരുദ്ധമായ, നമ്മുടെ നാടിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പരാമർശമാണെന്ന് മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി E ജയൻ പറയുന്നു. കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്നത്രയും കാലം അധികാരത്തിൽ വരാനാകില്ലെന്ന വിഭ്രാന്തിയാണ് വാക്കുകളായി പുറത്തു വന്നതെന്ന് E ജയൻ പറഞ്ഞു. ഇതിനെതിരെ വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് CPM നേതൃത്വം. കൂടാതെ പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്നതുമായ KS ഹംസയുടെ വാക്കുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. PMA സലാമിനോടൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ
ആണും പെണ്ണും കെട്ട അഭിപ്രായമാണ് ഉള്ളതെന്നും സത്യം പറഞ്ഞാൽ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് സലാം എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ആൺകുട്ടികളുള്ള വീട്ടിലും സലാമിനെ കയറ്റാൻ കൊള്ളില്ലെന്നും KS ഹംസ പറഞ്ഞു നിർത്തുന്നു. അത് നാട്ടുകാർക്കും പാർട്ടിക്കും അറിയാമെന്നാണ് ഹംസ പറയുന്നത്. മൈക്ക് കിട്ടിയപ്പോൾ പരിസരം മറന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്നവർ ശ്രദ്ധിക്കണം. ഒരു വിവാദമുണ്ടാക്കാൻ എളുപ്പമാണ്. എന്നാൽ വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.